മന്ത്രി കെ.എൻ. ബാലഗോപാലിനെ നോക്കുകുത്തിയാക്കി ധനവകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സർക്കാർ സേവനങ്ങളുടെ ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. ക്ഷേമ പദ്ധതികളുടെ കുടിശ്ശിക നിവാരണം അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പുറമെ ഉത്തരവും ഇറങ്ങി. നിരക്ക് വർധനത്തിന്റെ ഫയൽ ക്യാബിനറ്റ് പരിഗണനയ്ക്ക് എത്തിച്ചത് മുഖ്യമന്ത്രി നേരിട്ട്. വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനൻ TV. ടിൻറ്റു ദാസ് ചേരുകയാണ്. ടിൻറ്റു, ഈ ഫീസ് വർദ്ധിപ്പിക്കുന്ന വാർത്ത ആദ്യം നൽകിയത് ജനൻ TV ആണ്. അതിനുശേഷമാണ് അത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എക്സ്ക്ലൂസീവ് എന്ന മട്ടിൽ വരികയും പിന്നാലെ മറ്റു മലയാള പത്രങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തത്. രാജീവാണെന്ന് തോന്നുന്നു ആ വാർത്ത പുറത്തുവിട്ടാൽ. തിരുവനന്തപുരം ബ്യൂറോയാണ് ആ വാർത്ത നൽകിയത്. ഫീസ് നിരക്ക് വല്ലാതെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും നികുതിയേതര വരുമാനം എന്നുള്ള മട്ടിൽ നികുതി വർധനമില്ല, എന്നാൽ വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ്. അതിന് പിന്നാലെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ ജനൻ TV പുറത്തു വിടുന്നത്. ധനമന്ത്രി കൈകാര്യം ചെയ്യേണ്ട, ധനമന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള സെക്രട്ടറി തയ്യാറാക്കേണ്ട ഫയൽ തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇത് സംബന്ധിച്ച ഫയൽ ക്യാബിനറ്റിന്റെ അംഗീകാരത്തിനായി കൊണ്ടുവരുന്നതും മുഖ്യമന്ത്രിയാണ്. ക്ഷേമ പദ്ധതികളുടെ കുടിശ്ശിക നിവാരണം നടത്തുമെന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെയാണ്. അതിനുള്ള മാർഗം കണ്ടെത്താൻ കൂടിയായിരുന്നോ ഈ ഇടപെടൽ? എന്താണ് വിശദാംശങ്ങൾ, ടിൻറ്റു? പ്രദീപിള്ള, അതായത് ഈ ധനവകുപ്പും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ വാർത്ത കൊടുത്തിരുന്നതാണ്. ഈ സർക്കാർ സേവനങ്ങളുടെ ഈ ഫീസ് ഇതര ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം പുറത്തുവിട്ടതും ജനൻ TV തന്നെയാണ്. അപ്പോൾ ഈ സർക്കാരും അതോടൊപ്പം തന്നെ ധനവകുപ്പും തമ്മിലുള്ള ഇത്തരം അസ്വാരസ്യങ്ങളൊക്കെ തുടരെ വാർത്തയാകുന്നതോടൊപ്പം തന്നെ ധനമന്ത്രിക്ക് പല വിഷയങ്ങളിലും മൗനം പാലിക്കേണ്ടി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സർക്കാർ ഇതര സേവനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KM എബ്രഹാം ആണെന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി, അതായത് ഈ CPM-ന്റെ ഈ തുടരെ ഉണ്ടായിട്ടുള്ള ഈ തോൽവിക്ക് കാരണം ഇത്തരത്തിലുള്ള ജനദ്രോഹ നടപടി സർക്കാർ ഇതര വികാരവുമാണ് അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരവുമാണെന്ന് പല ഘട്ടങ്ങളിൽ തന്നെ പാർട്ടിയിൽ ഉയർന്നിട്ടുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ എല്ലാ സേവനങ്ങളും, അതായത് ക്ഷേമ പെൻഷൻ, സർക്കാർ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കുടിശ്ശിക തീർപ്പാക്കാനുള്ള പദ്ധതി സമഗ്രമായിട്ട് തന്നെ നടപ്പിലാക്കണമെന്നിട്ടുള്ളൊരു അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ സർക്കാർ ഇതര സേവനങ്ങളുടെയൊക്കെ ഫീസ് അല്ലെങ്കിൽ സർക്കാർ സേവനങ്ങളുടെയൊക്കെ ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനമായത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നം, ഒരു വിഷയം എന്ന് പറയുന്നത് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രിക്ക് എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളിൽ നിന്നും ഇത്തരത്തിൽ സർക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ചട്ടം 300 പ്രകാരം അനുശാസിക്കുന്നുണ്ട്. പക്ഷെ അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പലപ്പോഴും ഇത്തരത്തിൽ ധനവകുപ്പിൽ ഇടപെടുന്നത്. ഈ ഇടപെടലുകൾ പലപ്പോഴും ധനമന്ത്രി മൗനമായിട്ടിരുന്നാണ് കേൾക്കാറുള്ളത്. അല്ലെങ്കിൽ ധനമന്ത്രി പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഇത്തരം തീരുമാനങ്ങൾക്ക് മറുപടി നൽകാറില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ ഇത്തരം പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ എവിടെ നിന്നാണ് പണം കണ്ടെത്തേണ്ടത് എന്ന് മറുപടി പറയാൻ പോലും ധനമന്ത്രിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ധനവകുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെ രഹസ്യമായിട്ടാണെങ്കിൽ പോലും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ധനവകുപ്പ് ഒരു പരോക്ഷമായിട്ട് പോലും എതിർപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി അതൊന്നും കൈക്കൊള്ളാതെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടന്നത്. മന്ത്രിസഭാ യോഗത്തിലേക്ക് ഈ ഫയൽ എത്തിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും മറ്റും നിശ്ചയിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ ഇത്തരത്തിൽ ഈ ക്ഷേമ പദ്ധതികൾ, അതോടൊപ്പം തന്നെ സർക്കാർ ആനുകൂല്യ സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് പണം കണ്ടെത്താനായിട്ട് ഇത്തരത്തിലുള്ള നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ ആ പ്രശ്നങ്ങളിലേക്ക് വകുപ്പുകൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്നൊരു വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ധനവകുപ്പിനെ പ്രത്യേകമായിട്ടൊരു വകുപ്പായിട്ട് അല്ലെങ്കിൽ ധനവകുപ്പിനെ പ്രത്യേകമായിട്ടൊരു വകുപ്പ്
വകുപ്പായിട്ട് നിൽക്കാൻ തന്നെ ചില ചട്ടങ്ങൾ അനുശാസിക്കുമ്പോഴും മുഖ്യമന്ത്രി വകുപ്പിനെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വകുപ്പിലേക്ക് കൂടുതൽ കൈകടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ പരോക്ഷമായിട്ടെങ്കിലും അല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും സത്യമായിട്ടുള്ള കാര്യമായിട്ട് മാറുകയാണ് ഇതിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ധനവകുപ്പും കൂടി, അല്ലെങ്കിൽ ധനവകുപ്പിന്റെ ഒരു അഡീഷണൽ സെക്രട്ടറി കൂടി ഇടപെട്ട് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യത്തിലാണ് മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏകപക്ഷീയമായിട്ട് ഇടപെടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രദീപ്ല, ഈ വിഷയം ടിൻഡു ഇതിപ്പോൾ നമ്മൾ വാർത്തയായി പുറത്തുവിടുന്നു. ഇതിൽ സ്വാഭാവികമായിട്ടും CPM-ന്റെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ശ്രീ KN ബാലഗോപാലിൽ നിന്നോ ഒരു പ്രതികരണം ഉണ്ടാവില്ല. പക്ഷേ ഇത് പാർട്ടിയിൽ ഇത് ചർച്ചയാകാനുള്ള സാധ്യത എത്രയുണ്ട്? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ശേഷം കാര്യമായ വിമർശനമാണ് സർക്കാരിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച്, ഒരുപക്ഷെ മുഖ്യമന്ത്രി നടത്തിയ ചില പരിപാടികളെക്കുറിച്ച് പോലും വിമർശനമുയർന്നത്. ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ അതീവ രൂക്ഷമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയെപ്പറ്റിയും അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ചും ഒക്കെ പ്രതികരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം, ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ, മറ്റ് വിവരങ്ങൾ വരുന്നുണ്ടോ ഇക്കാര്യത്തിൽ? നിലവിൽ പ്രദീപ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഈ ഇടതുപക്ഷ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് വ്യക്തത, നമ്മൾ ഈ വിഷയം ഏത് ഘട്ടങ്ങളിലാണെങ്കിൽ പോലും ധനമന്ത്രിയോടായാലും മുഖ്യമന്ത്രിയോടായാലും ഇനി പാർട്ടി സെക്രട്ടറിയോടായാലും ചോദിക്കുന്ന സമയത്ത് അവരൊരു പക്ഷേ പൊതിഞ്ഞുകൊണ്ട് പോലും മറുപടി പറയാൻ കൂട്ടാക്കാറില്ല, നിഷേധിക്കുകയാണ് പതിവ്. എന്ത് മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വന്നാലും തിരുത്താം എന്നൊരു മറുപടി കൊണ്ട് എല്ലാം ഒതുക്കി തീർത്തുന്ന നിലപാടാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ സർക്കാർ വിരുദ്ധ നിലപാടുകളാണെന്ന് പല ഘട്ടങ്ങളിൽ പോലും പാർട്ടിയിൽ ചർച്ച വന്നിട്ടുള്ളതാണ്. ഈ ധനവകുപ്പിനെ ഏകപക്ഷീയമായിട്ട്, അല്ലെങ്കിൽ ധനവകുപ്പിനെ സ്വതന്ത്രമായിട്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യവും 2 ഘട്ടങ്ങളിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ചർച്ച വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ ചർച്ച വന്നിട്ടുള്ളതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി ഇതേ നിലപാട് തന്നെയാണ് തുടരുന്നത്. പക്ഷേ ധനവകുപ്പിനെ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിഫ്ബി, അതോടൊപ്പം തന്നെ മറ്റ് പെൻഷൻ കമ്പനി പോലുള്ള സ്ഥാപനങ്ങൾ, ധനവകുപ്പ് നടത്തുന്ന ഇത്രയും സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്കാണ് പോയിട്ടുള്ളതെന്ന് പല ഘട്ടങ്ങളിലും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് തീരുമാനിക്കുകയും ഈ കിഫ്ബി, പെൻഷൻ കമ്പനികൾ പോലുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അതിലെ ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കുക, ആ സ്ഥാപനങ്ങൾ നടത്താതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ടീം രൂപീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ വാർത്തയും നമ്മളൊക്കെ നേരത്തെ തന്നെ രാജുവാണ് പുറത്തുവിട്ടത്. അത്തരം വാർത്തകളൊക്കെ നേരത്തെയും പുറത്തു വന്നിട്ടുള്ളതാണ്. ആ സമയങ്ങളിൽ പോലും, നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെ, ആ സമയങ്ങളിൽ പോലും പാർട്ടിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വ്യക്തമായിട്ടൊരു മറുപടി നൽകാനോ, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഈ വിഷയങ്ങളെ പറ്റിയിട്ട് ഒരു അവബോധം നൽകാനോ ശ്രമിച്ചിട്ടില്ല. എല്ലാ കാലവും നൽകുന്ന മറുപടി തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തും എന്ന് മാത്രം പറഞ്ഞു ഒതുക്കുകയാണ് ചെയ്യുന്നത്.